കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടത് ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഇൻഡിസസിന്റെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഫണ്ടമെന്റൽ അപ്രോച്ചാണ് നമ്മൾ ഇതുവരെ ക്ലാസ്സുകളിൽ ചെയ്തത്. ഇനി നമ്മൾക്ക് ടെക്നിക്കൽ അപ്രോച്ച് ടു ദ മാർക്കറ്റ്, അതായത് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്റ്റോക്കിന്റെയോ ഇൻഡെക്സിന്റെയോ ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ ഡാറ്റ, അതായത് ഗ്രാഫിന്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എടുത്തിട്ട് അത് വെച്ചിട്ട് ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യും. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ട്രെൻഡ് ആവാം, അതുപോലെ തന്നെ എൻട്രി പ്രൈസ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എൻട്രി പ്രൈസ്, റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എക്സിറ്റ് പ്രൈസ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഇത് വെച്ച് പ്രിഡിക്റ്റ് ചെയ്യാം. ഇതൊരു പ്രോബബിലിറ്റി തിയറി പോലെയാണ്. എക്സാക്ട്ലി സെയിം ആയിട്ട് തന്നെ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യണമെന്നില്ല, പക്ഷെ സിമിലാരിറ്റീസ് ഉണ്ടാവും. അപ്പൊ അതിലൊരു 90%, 95% ഗ്യാരണ്ടീഡ് ആണ്. പിന്നെയുള്ള 5% റിസ്ക് എന്ന് പറയുന്നത്, ആ 5% റിസ്ക് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെഡ്ജിങ് ടൂൾസ് ഉപയോഗിക്കും. അതായത് പ്രൊട്ടക്റ്റീവ് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് പ്രൊട്ടക്റ്റീവ് ടൂൾസ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻസ് ആയിട്ട് വരും, പുട്ട് ആൻഡ് കോൾ അത് വെച്ചിട്ട്. അതൊക്കെ ഇനിയുള്ള വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യും. ഇപ്പോ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ 3 അസംപ്ഷൻസ്. അതായത് ഫസ്റ്റ് അസംപ്ഷൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവരിത്തിങ്. അതായത് നമ്മളുടെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന പ്രൈസിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതായത് പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും ഇപ്പോൾ പ്രസന്റ് ആയാലും ആ പ്രൈസിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പ്രൈസ് ഈസ് ദ കിങ് എന്നാണ് പറയുന്നത്. പിന്നെ പ്രൈസ് മൂവ്സ് ഇൻ ട്രെൻഡ്. അതായത് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്സ് ഇൻ ട്രെൻഡ്. അതായത് നമുക്കിങ്ങനെ സീരീസ് ഓഫ് ഹയർ ഹൈസ് ആൻഡ് ലോവർ ഹൈസ്. ഒരു സ്റ്റോക്ക് ഇപ്പൊ ഇവിടെ നിന്ന് 100 150 പോയി, അത് കഴിയുമ്പോൾ ചെറിയൊരു കറക്ഷൻ, 150 125 ഇരിക്കുന്നു, വീണ്ടും ഈ 150 ബ്രേക്ക് ചെയ്തിട്ട് 200, പിന്നെ വീണ്ടും കറക്ഷൻ, വീണ്ടും അപ്സൈഡ്. അപ്പോ റാലി കറക്ഷൻ, റാലി കറക്ഷൻ. ഇതിന് നമുക്ക് ഒരു ഹൈറ്റൈഡ് ആയിട്ട് അസ്യൂം ചെയ്യാം. അതായത് ഫസ്റ്റ് വേവ്, then second wave. Each successive wave is higher than the previous one. അതുപോലെ തന്നെ ഒരു ഡൗൺ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു ഡിക്ലൈൻ, പിന്നെ ഒരു ചെറിയൊരു പുൾ ബാക്ക് അല്ലെങ്കിൽ ചെറിയൊരു റാലി, അതിനുശേഷം വീണ്ടും ഡിക്ലൈൻ, then പുൾ ബാക്ക്, then ഡിക്ലൈൻ. ഇവിടെ കണ്ട, ഇവിടെ ഡിക്ലൈൻ ആണ് മോർ. ഈ പുൾ ബാക്ക് എന്ന് പറയുന്നത് വെരി സ്മോൾ കമ്പയർഡ് ടു ദിസ് ഡിക്ലൈൻ. ഇവിടെ ഫുൾ ട്രെൻഡിൽ എങ്ങനെയാന്ന് വെച്ചാൽ റാലി ഈസ് ബിഗർ, ഡിക്ലൈൻ എന്ന് പറയുന്നത് വെരി സ്മോൾ, ഒരു 1/3 അല്ലെങ്കിൽ 1/4 ഒക്കെ ഉണ്ടാവുള്ളൂ. ഈ മൂവിന്റെ 1/4 1/5 ഒക്കെ ഉണ്ടാവും. ഇവിടെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇനി സൈഡ് വേസ് എന്ന് പറയുമ്പോൾ ഈക്വൽ ഹൈസ് ആൻഡ് അത് ട്രേഡിംഗ് മാർക്കറ്റ് ഈസ് ട്രേഡിംഗ് ഇൻ എ റേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോ ടെക്നിക്കൽ അനാലിസിസിൽ മാർക്കറ്റ് പ്രൈസ് ഇൻ, അല്ലെങ്കിൽ മാർക്കറ്റ് എപ്പോഴും പ്രൈസ് മൂവ്സ് ഇൻ ട്രെൻഡ്സ്. അതായത് സ്ട്രെയിറ്റ് ലൈൻ മൂവ് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹിസ്റ്ററി ടെൻസ് ടു റിപ്പീറ്റ് ഇറ്റ്സെൽഫ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിസ്റ്ററി, നമ്മളുടെ ഒരു വെതർ എടുത്താലും ജൂണിൽ അല്ലെങ്കിൽ ജൂലൈയിൽ മഴക്കാലം വരും, പക്ഷെ എപ്പോഴും ഒരു എക്സാക്ട് കോപ്പി ഓഫ് പ്രീവിയസ് ഇയർ എന്ന് പറയാൻ പറ്റില്ല. സിമിലാരിറ്റീസ് ഇരിക്കില്ല, നോട്ട് ഐഡന്റിറ്റി. ഇനി നമ്മള് ടെക്നിക്കൽ അനാലിസിസിന് ചാർട്ടിന്റെ അല്ലെങ്കിൽ ഗ്രാഫിന്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ്, അതായത് ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, കാൻഡിൽ സ്റ്റിക് ചാർട്ട്. അപ്പൊ ഇതില് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതാണ് ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക് ചാർട്ട്. ഇത് കാരണം ഇതില് ഓപ്പൺ പ്രൈസും ക്ലോസിംഗ് പ്രൈസും ഇതാണ് കാൻഡിൽ സ്റ്റിക് ചാർട്ട് എന്ന് പറയുന്നത്. ഇതില് ഓപ്പണിംഗ് പ്രൈസ്, ക്ലോസിംഗ് പ്രൈസ്, ഹൈ ലോ, ഇതൊക്കെ നമുക്ക് ഒരു എന്താ പറയാ ചെറിയൊരു ഗ്ലാൻസിൽ തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് അത് കണ്ട. ഇതില് മാർക്കറ്റ് ഈസ് ഗോയിങ് ഹയർ. മഹീന്ദ്രയുടെ ചാർട്ടാണ്, എം&എമ്മിന്റെ ചാർട്ടാണ് ഇത് കണ്ടത്, ഗോയിങ് ഹയർ. ഇതൊരു ബുൾ ട്രെൻഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പോകണം, ഇതൊരു ട്രെൻഡാണ്. ഇവിടെ ഇതില് തന്നെ നമ്മള് ഇതാണ് ബാർ ചാർട്ട്. ബാർ ചാർട്ട് ഇതുപോലെ കാൻഡിൽ സ്റ്റിക് പോലുള്ള ചാർട്ട് പോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. കാൻഡിൽ സ്റ്റിക്ക്. പിന്നെ ഇത് ലൈൻ ചാർട്ട്.
കൂടുതൽ നമുക്ക് ക്ലാരിറ്റി ഉള്ളത് കാൻഡിൽസ്റ്റിക് ചാർട്ടാണ്. അപ്പൊ നമ്മള് അതിന്റെ പാറ്റേൺസും എല്ലാം ജാപ്പനീസ് കാൻഡിൽസ്റ്റിക് ചാർട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ജാപ്പനീസ് കാൻഡിൽസ്റ്റിക് ചാർട്ട് അവിടുത്തെ ജപ്പാനിലത്തെ പ്രൈസ് ട്രേഡേഴ്സ് അവരുടെ മൂവ്മെന്റും അങ്ങനത്തെ കാര്യങ്ങളും പ്രൈസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ചാർട്ടാണ്. ആരോ അത് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് കണക്ട് ചെയ്തു. ഇപ്പൊ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ചാർട്ടാണ്. ഒരു കാൻഡിൽസ്റ്റിക് എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് പ്രൈസ്, ക്ലോസിംഗ് പ്രൈസ്, ഹൈ, ലോ, ഇങ്ങനെയാണ് വരാം. ബിയർ എന്ന് പറയുമ്പോൾ എപ്പോഴും റെഡ് ക്യാൻഡിൽസിനാണ് ബിയർ എന്ന് പറയാം. ഇത് ജാപ്പനീസ് കാൻഡിൽസ്റ്റിക്കിന്റെ ഒരു ചാർട്ടാണ്. നമുക്ക് ഇത് എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ടൊന്ന് നോക്കാം. നമ്മൾ ഡെയിലി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്കറിയാം 9:15 മാർക്കറ്റ് ഓപ്പൺ. ഇപ്പൊ ഒരു സ്റ്റോക്ക്, എനി സ്റ്റോക്ക് ഓപ്പണിംഗ് ഈസ് 110. അത് കഴിഞ്ഞിട്ട് ഡ്യൂറിങ് ദ ഡേ ഹയസ്റ്റ് പ്രൈസ് 117 പോയി, പിന്നെ ലോവസ്റ്റ് പ്രൈസ് അത് ഏത് സമയത്തും ആവാം. 11 o'clock ആവാം, 1 o'clock ആവാം, അപ്പോൾ വേണമെങ്കിൽ ആവാം. അന്നത്തെ ദിവസം ഒരു 3:30 മുന്നേ ഒരു അതായത് 9:15 ഒരു 3:30 വരെ. അപ്പോ ആ സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലും പോയ ഹയസ്റ്റ് പ്രൈസ് ആണ് ഇത് ലോവസ്റ്റ് പ്രൈസ്. ക്ലോസിംഗ് പ്രൈസ് അതായത് 3:30 ക്ലോസ് ചെയ്ത പ്രൈസ് ആണ് 150. ഇവിടെ കണ്ടോ, ഇത് ക്ലോസിംഗ് 115 ആണെങ്കിൽ ഓപ്പണിംഗ് 110. ഇവിടെ ക്ലോസിംഗ് ഈസ് ഹയർ ദാൻ ദ ഓപ്പൺ. അപ്പൊ അതിന് നമ്മൾ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് നോക്കുക. നമ്മളുടെ സാധാരണ ക്യാൻഡിലാണെങ്കിൽ നമ്മള് ഒരു ക്യാൻഡില് മെഴുകുതിരി കത്തിച്ചു വെക്കുമ്പോൾ അടിയില് ഈ ഭാഗം ഉണ്ടാവില്ല, ഇത് അതാണ്. അപ്പൊ ആ ഒരു ക്യാൻഡിലിന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇതിന്റെ ക്യാൻഡിൽസ്റ്റിക് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്പണിംഗ് പ്രൈസ്, ക്ലോസിംഗ് പ്രൈസ്, ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ടെയിൽ, വിക്ക് ഓർ ഷാഡോ എന്ന് പറയും. ഇപ്പൊ ഇത് തന്നെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ നോക്കിയ ഓപ്പണിംഗ് 110, ഡ്യൂറിങ് ദ ഡേ ഹൈ പോയി, ലോ പോയി, പിന്നെ ക്ലോസിംഗ് ഈസ് 106. അതായത് ക്ലോസിംഗ് ഈസ് ലോവർ ദാൻ ദ ഓപ്പൺ. അതാണ് റെഡ് ക്യാൻഡിൽ. അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ക്യാൻഡിൽ കൊടുക്കാറുണ്ട്, റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക്. ഇവിടെ ഗ്രീനിന് പകരം ബ്ലൂ അല്ലെങ്കിൽ പോളോ ക്യാൻഡിൽ, വൈറ്റ് ക്യാൻഡിൽ പോലെ കൊടുക്കാറുണ്ട്. ഇതാണ് ഒരു നോർമൽ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇതാണ്. ഇനി ബാക്കി ഉള്ള ഷേപ്പുകൾ നമുക്ക് കുറച്ച് നോക്കാം. ചില ദിവസങ്ങളിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് കണ്ടിന്യൂസ് അപ്സൈഡ് പോകും. ഒരു ചെറിയ ഓപ്പണിംഗ് പ്രൈസ് 110 ആയിട്ട് ചിലപ്പോൾ 107 വന്ന് വരും. നമുക്ക് കണ്ടിന്യൂസ് മിക്കവാറും അന്നത്തെ ദിവസം കംപ്ലീറ്റ് ഇങ്ങനെ ഹയർ ഹൈസ് ആയിട്ട് മുകളിലോട്ട് പോയിക്കും. അത് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് ഈസ് നിയർ ഇറ്റ്സ് ഹൈ. അപ്പൊ ഇവിടുത്തെ ഹയസ്റ്റ് പോയിന്റ് 127. ചില സമയത്ത് ക്ലോസിംഗ് ഈസ് ഓൾസോ ഈക്വൽ ടു ക്ലോസിംഗ് പ്രൈസ് ആണ് ഹയസ്റ്റ് പ്രൈസിന് ഈക്വൽ ആയിട്ട്. അപ്പൊ ഒരു ലോങ് ക്യാൻഡിലാണ് കമ്പയർഡ് ടു നോർമൽ ക്യാൻഡിലിന്റെ ഹൈറ്റ് കണ്ടോ, ഭയങ്കര ഒരു ഹൈറ്റ് സ്മോൾ. ഒരു ലോങ് ക്യാൻഡിലാണ്, ഒരു സ്മോൾ ടെയിൽ ആയിരിക്കും, ചില സമയത്ത് ടെയില് ഉണ്ടാവില്ല. അപ്പൊ ഇതിന് പറയുന്ന പേരാണ്, ഡിഫറെന്റ് ഷേപ്സ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനെ പറയുന്ന പേരാണ് മാരുബോസു. ഒക്കെ ജാപ്പനീസ് നെയിമാണ്. മാരുബോസു അല്ലെങ്കിൽ ബെൽറ്റ് ഹോൾ, ഗ്രീൻ ക്യാൻഡിൽ. അതുപോലെ തന്നെ ഇതിന്റെ റെഡ് ക്യാൻഡിലാണ്. അതുകൊണ്ട് ഇവിടെ ടെയില് വളരെ സ്മോൾ ആയിരിക്കും. ഇവിടെ ക്ലോസിംഗ് ഈസ് ലോവർ ദാൻ ഓപ്പൺ. അതായത് ഹോൾ ഡേ കണ്ടിന്യൂസ് അതങ്ങനെ ഫോളോ ചെയ്യായിരിക്കും, ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾക്ക് ഒരിക്കലും അതിന്ന് അന്നത്തെ ഓപ്പണിംഗ് പ്രൈസിന്ന് ഒരിക്കലും ടച്ച് ചെയ്യില്ല. ഓപ്പണിംഗ് പ്രൈസിൽ ജസ്റ്റ് ഒന്ന് ആ ഫസ്റ്റ് 5 മിനിറ്റിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഹൈ ടച്ച് ചെയ്തിട്ട് അന്നത്തെ ദിവസം പിന്നെ നമ്മളിത് എക്സിറ്റ് ചെയ്യാന്ന് വിചാരിച്ചാലും സാധിക്കില്ല. കാരണം അത് ഒരിക്കലും വീണ്ടും വീണ്ടും ഇതുണ്ട് ലോവർ ഹൈസ് ഫോം ചെയ്തുകൊണ്ട് ഈ പീക്ക് പിന്നീട് ഒരിക്കലും വരില്ല. അടുത്ത ഫുൾ ബാക്കിൽ ഈ പീക്ക് വരില്ല, അടുത്ത ഫുൾ ബാക്കിൽ ഈ പീക്ക് വരില്ല. അങ്ങനെ അങ്ങനെ ഇതിന്റെ ക്ലോസിംഗ് ഈസ് നിയർ ഇറ്റ്സ് ലോ. അടുത്ത ക്യാൻഡിലാണ് ഡോജി എന്ന് പറയും. ഡോജി എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഈസ് വെരി നിയർ ഉണ്ടാവും.
ഓൾമോസ്റ്റ് ഒരു ക്രോസ് പോലെയാണ്. വെരി സ്മോൾ ബോഡി ആൻഡ് ഡ്യൂറിങ് ദ ഡേ ഹൈ ഇത്രയും പോയി കൊണ്ടാവും. ഒരു 10% ഒക്കെ ഹൈ പോയി, പിന്നെ 10% ലോ വരാം. ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ടെയിലായിരിക്കും. സ്മോൾ ബോഡി ടെയിൽ. The normal doji candle, the buyers are pushing up, but sellers are pulling down. Ultimately, no one wins. That's a doji. Indecision. ഒരു election result വരുന്നതിന്റെ തലേ ദിവസം ഇതിന്റെ റിസൾട്ട് എന്തെങ്കിലും കമ്പനീനെ കുറിച്ചുള്ള ന്യൂസ് എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ തലേ ദിവസം, ഇതൊക്കെ അങ്ങനെയൊക്കെയാണ് ഈ ഡോജി. ഈ ഡോജിയുടെ തന്നെ ഡിഫറെന്റ് ഫോർമാറ്റ് ആണ് ഹാങ്ങിങ് മാൻ എന്ന് വേണമെങ്കിൽ. ഹാമർ ഹാങ്ങിങ് മാൻ. ഹാമർ എന്ന് പറയുമ്പോൾ പ്രൈസ് ഈസ് ഹാമേഡ് കണ്ടോ 110. അത് കഴിഞ്ഞിട്ട് ലോ പോയപ്പോ sellers are pulling down, but buyers are pushing. Ultimately ആരാണ് ഇവിടെ വിൻ ചെയ്തത്? ബയേഴ്സ്. കാരണം ഇത് ലോവസ്റ്റ് പ്രൈസ് 98 ആയിരുന്നെങ്കിലും ക്ലോസിങ് 112 ആയി. അപ്പൊ ഈ 98-ല് ബയേഴ്സ് വന്നിട്ട് ബയേഴ്സ് കൂടുതൽ വന്നിട്ട് അവര് പുഷിങ് ആവും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇത് ഒരു ബയേഴ്സ് ക്യാൻഡില് പോലെയാണ്. അപ്പൊ ലോങ് ലോവർ ടെയിൽ, സ്മോൾ അപ്പർ ടെയിൽ ഓർ വിത്തൗട്ട് അപ്പർ ടെയിൽ. അതാണ് പ്രൈസ് ഹാമർ എന്ന് പറയുന്നത്. ഈ ഹാമർ എന്ന് പറയുന്ന തന്നെ ഒരു അതിന്റെ പൊസിഷൻ അനുസരിച്ച് അതിനെ ഹാമറിനും ഹാങ്ങിങ് മാൻ എന്നും പറയും. ഇത് കണ്ട് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻവെർട്ടഡ് ഹാമർ. ഇൻവെർട്ടഡ് ഹാമർ എന്ന് പറയുമ്പോൾ ഇതാണ്ടോ ഓപ്പണിംഗ് പ്രൈസ് 110, ക്ലോസിംഗ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഈസ് വെരി നിയർ. സോ ഇവിടെ ഒരു കളർ ഇമ്പോർട്ടന്റ് അല്ല, ഗ്രീൻ ആയാലും റെഡ് ആയാലും അതത്ര ഇമ്പോർട്ടന്റ് അല്ല, കാരണം ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഈസ് വെരി നിയർ. ഇവിടെ കണ്ട ഇവിടെ ഹയസ്റ്റ് പോയിന്റ് 120 ആണ്, പക്ഷെ ക്ലോസിംഗ് 112. അതായത് ബയേഴ്സ് ആർ പുഷിംഗ് അപ്പ് ബട്ട് സെല്ലേഴ്സ് ആർ പുള്ളിംഗ് അപ്പ്. അൾട്ടിമേറ്റ്ലി ഇവിടെ സെല്ലേഴ്സ് വിൻ ചെയ്ത പോലെ. ഇതൊരു സെല്ലർ ക്യാൻഡിലും ഹാമർ ഒരു ബയേഴ്സ് ക്യാൻഡിൽ എന്ന് വേണമെങ്കിൽ പറയും. ക്യാൻഡിൽ സ്റ്റിക്കിന്റെ ഷേപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാം. കണ്ടോ ഇതൊരു നോർമൽ ക്യാൻഡിൽ, ഓപ്പൺ ക്ലോസ്, ഗ്രീൻ റെഡ്. ഇതൊരു ഹാമർ, ഇത് മാരിബോസ് ഒക്കെ ഉണ്ടാവും, സ്മോൾ ടൈൽ ഓർ വിത്തൗട്ട് ടൈൽ. ഇത് ഡോജി, ഇൻവെർട്ടഡ് ഹാമർ. ഇത് കണ്ട ലോങ് ലെഗ് ഡോജി. ഒരു നോർമൽ ഡോജിനേക്കാളും ലോങ് ആയിരിക്കും. അതായത് ഫ്ലക്ച്വേഷൻ ഈ സ്മോൾ, വോളറ്റിലിറ്റി കൂടും. വോളറ്റിലിറ്റി എന്ന് പറയുമ്പോൾ ഫ്ലക്ച്വേഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ റേഞ്ചിലേക്ക് പോകും. അതായത് ഒരു 120 to 80 അങ്ങനെയൊക്കെ ആയിരിക്കും. ഹയസ്റ്റ് പോയിന്റ് 120 ആയിരിക്കും, ലോവസ്റ്റ് പോയിന്റ് 80 ആയിരിക്കും, ക്ലോസിംഗ് 100 ആയിരിക്കും. അങ്ങനെയൊക്കെ വരും. അപ്പൊ ഇത് ഈ ഇൻവെർട്ടഡ് ഹാമറിന്റെ തന്നെ വേറൊരു ഫോമാണ് ഗ്രേവ് സ്റ്റോൺ ഡോജി, ഡ്രാഗൺ ഫ്ലൈ ഡോജി. ഇതൊക്കെ ഡോജിയുടെ ഡിഫറെന്റ് ഫോർമാറ്റുകളാണ്. ഇത് ഹാമറും ഇൻവെർട്ടഡ് ഹാമറും. ഇതൊക്കെയാണ് ഡിഫറെന്റ് ഷേപ്സ്. ഹാമർ ഗ്രീൻ ആണെങ്കിലും റെഡ് ആണെങ്കിലും നമുക്ക് കളർ ഇമ്പോർട്ടന്റ് ഇല്ല. ഇതാണ് അപ്പർ ഷാഡോ, അപ്പർ വിങ് ഓർ അപ്പർ ടെയിൽ. ഈ സ്മോൾ ബോഡി കമ്പയർഡ് ടു നോർമൽ ബോഡി, ഈ സ്മോൾ ബോഡി എന്ന് പറയുമ്പോൾ അതിന്റെ പേരാണ് സ്പിന്നിങ് ടോപ്പ്, സ്പിന്നിങ് ബോട്ടം എന്ന് പറയും. അപ്പൊ എപ്പോഴും സ്മോൾ ബോഡി എന്ന് പറയുമ്പോൾ ഡിമിനിഷിങ് ബൈങ് ഓർ സെല്ലിങ്. ലോങ് ബോഡി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാരിബോസിലൊക്കെ സ്ട്രോങ് അപ്പർ ട്രെൻഡ് ഓർ സ്ട്രോങ് ഡൗൺ ട്രെൻഡ് അക്കോർഡിംഗ് ടു ദ കളർ. അപ്പൊ ബോഡി ചെറുതാവുന്നതിനനുസരിച്ച് ഡിമിനിഷിങ് ബൈങ് ഓർ സെല്ലിങ്. അതുപോലെ തന്നെ ടെയില് കൂടുന്നതിനനുസരിച്ച് വോളറ്റിലിറ്റി ഈസ് മോർ.